വെൽക്കം ടു മൂവി ബ്രാൻഡ്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത പട്ടുസാരി എന്ന പരമ്പരയിലൂടെ പ്രശസ്തിയിലേക്ക് എത്തിയ നടിയാണ് സാധിക വേണുഗോപാൽ. പിന്നീട് സ്റ്റാർ മാജിക് അടക്കമുള്ള TV ഷോകളിലൂടെയും ചില സിനിമകളിലൂടെയും സാധിക ശ്രദ്ധേയയായി. 2012 പുറത്തിറങ്ങിയ ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ടാണ് താരത്തിന്റെ സിനിമ. കലികാലം, MLA മണി, 10ാം ക്ലാസും ഗുസ്തിയും, ബ്രേക്കിംഗ് ന്യൂസ് തുടങ്ങിയ ചിത്രങ്ങളിലും സാധിക അഭിനയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം സൈബർ ആക്രമണങ്ങൾക്കും ഇരയാകാറുണ്ട്. രൂക്ഷമായ ഭാഷയിൽ ഇതിന് മറുപടി നൽകാനും സാധിക മറക്കാറില്ല. പലപ്പോഴും മോഡേൺ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് സൈബർ ബുള്ളിംഗ് ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ താരം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ശരിക്കും തന്റെ പേര് രാധിക വേണുഗോപാൽ എന്നായിരുന്നുവെന്നും ക്ലാസ്മേറ്റ് സിനിമയ്ക്ക് ശേഷം നടി രാധിക തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു തന്റെ എൻട്രി എന്നും, അപ്പോൾ മലയാളത്തിൽ നിന്ന് എല്ലാവരും പേര് മാറ്റണം എന്ന് പറഞ്ഞു. തമിഴിൽ പോയപ്പോൾ അവിടെ രാധിക ശരത് കുമാർ ഉണ്ട്. അവരുടെയും എന്റെയും ചില ഫീച്ചേഴ്സ് ഒരുപോലെയാണ്. അതുകൊണ്ട് പേര് മാറ്റണം എന്ന ആവശ്യം അവിടെയും ഉയർന്നു. എങ്കിൽ പിന്നെ പേര് മാറ്റാമെന്ന് തോന്നിയെന്നും അച്ഛൻ തന്നെയാണ് സാധിക എന്ന പേര് നിർദ്ദേശിച്ചതെന്നും സാധിക പറയുന്നു. വേറെയും കുറച്ച് പേരുകൾ അച്ഛൻ കണ്ടെത്തിയിരുന്നുവെങ്കിലും തനിക്ക് സാധിക എന്ന പേരാണ് കുറച്ചുകൂടി ആപ്റ്റായി തോന്നിയതെന്നും സാധിക പറഞ്ഞു. എന്നാലും തന്റെ ഡോക്യുമെന്റ്സിലും സർട്ടിഫിക്കറ്റിലും ഒന്നും ഇതുവരെ പേര് മാറ്റിയിട്ടില്ല. അത് രാധിക എന്ന് തന്നെയാണെന്നും സാധിക പറഞ്ഞു. രാധിക എന്ന വിളിയാണ് തനിക്കിഷ്ടം എന്നും താരം പറഞ്ഞു. അച്ഛനും അമ്മയും സിനിമാ പാരമ്പര്യമുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ അഭിനയത്തിലേക്ക് വരാൻ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നുവെന്നും ഫോട്ടോഷൂട്ടുകളോടായിരുന്നു ഇഷ്ടമെന്നും നന്നായി ഒരുങ്ങി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരികൾ പറയും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഫോട്ടോജനിക്കാണ് ഇവളെന്നും താരം പറഞ്ഞു. അവസരം വന്നപ്പോൾ അഭിനയത്തിലേക്കും ഇറങ്ങിയെന്നും താരം പറഞ്ഞു. ഇപ്പോഴും ഷോക്കേഴ്സ് ചെയ്യാനുള്ള ഒരു അവസരവും താൻ കുറയ്ക്കാറില്ലെന്നും, അഭിനയത്തിന് പുറമെ ഒരു ജ്വല്ലറിയിൽ ഷോ ഗേളായി നിൽക്കുന്നുണ്ട്. വൈകുന്നേരം വരെ ആഭരണങ്ങളെല്ലാം ധരിച്ച് ഷോപ്പിന് മുന്നിൽ നിൽക്കും. പ്രത്യേകിച്ച് പ്രണയമൊന്നുമില്ല. നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഇതൊക്കെ ചെയ്യാമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എനിക്കിത് ഇഷ്ടമാണ് ചേട്ടാ എന്ന് ഞാൻ പറയും. അത്രയേ ഉള്ളൂ, എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്യുന്നുവെന്നും താരം പറയുന്നു. അടുത്തിടെ വിവാഹശേഷം കരിയറിൽ നിന്നും മാറി നിൽക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ഒക്കെ സാധിക അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ആ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടത് എന്നോ എന്റെ തെറ്റാണോ അദ്ദേഹത്തിന്റെ തെറ്റാണോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ആ ജീവിതം മറന്ന് ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോയി. വിവാഹമോചനത്തിന് ഒരിക്കലും എന്റെ കരിയർ കാരണമായിട്ടില്ല. സിനിമയിലേക്കോ അഭിനയത്തിലേക്കോ തിരിച്ചു വരുന്നതിനൊന്നും അദ്ദേഹത്തിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല. വിവാഹശേഷം ഇൻഡസ്ട്രി വിട്ടത് എന്റെ തീരുമാനമായിരുന്നു. കുടുംബവും കുട്ടികളും ഒക്കെയായി ജീവിക്കാനായിരുന്നു എനിക്കും ആഗ്രഹം. അതുകൊണ്ടാണ് വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നതെന്നും സാധിക പറയുന്നു. കല്യാണം കഴിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്നാൽ ഞാൻ ഇപ്പോഴും അതിന് റെഡി ആയിട്ടില്ല. ഒരു പണി കിട്ടി കഴിയുമ്പോൾ ഒരു പേടി ഉണ്ടാകുമല്ലോ. ആ ഒരു പേടിയുണ്ട്. എല്ലാവരും അതുപോലെ ആകില്ലെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ പിന്നീട് ചിന്തിച്ചേക്കാം. എനിക്ക് മുൻഗണന നൽകുന്ന ആളായിരിക്കണം. അത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നെ കെയർ ചെയ്യുന്ന, എനിക്ക് മുൻഗണന നൽകുന്ന, എന്നെ ബഹുമാനിക്കുന്ന ഒരാൾ, അതാണ് എനിക്ക് വേണ്ടത്. ബാക്കിയൊക്കെ വന്നോളും സാധിക പറയുന്നു.